നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മളിപ്പോൾ കടയിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്നാകട്ടെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങുമ്പോൾ അത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഫോണാണോ അല്ലേ എന്നുള്ള കാര്യം പല ആളുകളും ചെക്ക് ചെയ്യാറില്ല. വെറും 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ കാര്യം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. IMEI Pro Info എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൊബൈലിൻ്റെ IMEI കോഡ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് എടുക്കുക? കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും *#06# എന്ന് ഡയൽ പാഡിൽ എൻ്റർ ചെയ്താൽ മതി എന്നിവിടെ ഇത് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാം. *#06# എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതാ IMEI കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഭാഗമുണ്ടാകും. ഞാനിപ്പോൾ സാംസങ്ങിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഈ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും IMEI ഇൻഫർമേഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ 2 IMEI കോഡും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കോപ്പി ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 മെത്തേഡാണ് IMEI കോഡ് കണ്ടുപിടിക്കാനും കോപ്പി ചെയ്യാനും ഉള്ളത്. എന്നിട്ട് അതേ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് I am a robot എന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ചെക്ക് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മൊബൈലിൻ്റെ മോഡൽ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ക്ലീൻ എന്ന് എഴുതിയിട്ടുമുണ്ട്. നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് എന്നായിരിക്കും കാണുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ iPhone ആണെങ്കിലും അതും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ iPhone IMEI ചെക്കർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ IMEI കോഡ് എന്ന ഭാഗത്ത് ഐഫോണിൻ്റെ IMEI കോഡ് അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാനിവിടെ അതിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യാണ്. *#06# എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ IMEI കോഡ് ഐഫോണിൻ്റെതും വന്നു കഴിഞ്ഞു. ഇതും ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നേരത്തെ കണ്ട അതേ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്ക് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എന്താണ് കാണുന്നത് നോക്കുക. ക്ലീൻ എന്നാണോ അതോ ബ്ലാക്ക് ലിസ്റ്റ് എന്നാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.